ജയേഷ് ജോർജ് KCA നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയേഷ് ജോർജ്, ആദ്യം അഭിനന്ദനങ്ങൾ. ഇന്ന് ഒരു പുതിയ ചുമതല കൂടി താങ്കളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അഭിമാനത്തോടുകൂടി ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു കപ്പിംഗ് എടുത്തിരിക്കുകയാണ്. അതെ, തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഇന്ന് BCCIയുടെ ഓഫീസിൽ ഇരുന്ന് വലിയ സ്ക്രീനിലാണ് കളി കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ICC ചെയർമാൻ ജയ്ഷയും പുതിയ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മൊത്തം ടീം മെമ്പേഴ്സ് ഇരുന്ന് ഇവിടെ കളി കാണുമായിരുന്നു. വളരെ ആവേശകരമായ കളിയായിരുന്നു. തുടക്കം മുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഏതായാലും വളരെ എക്സൈറ്റിംഗ് മാച്ചായിരുന്നു. നമ്മുടെ സഞ്ജുവിന്റെ പെർഫോമൻസും ക്രൂഷ്യലായി ആ ഒരു പാർട്ട്ണർഷിപ്പ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മൾക്ക് ഇവിടെ ഇന്നത്തെ ഒരു ദിവസം, നമ്മുടെ BCCIയുടെ ജനറൽ ബോർഡിന്റെ ദിവസം തന്നെ ഇന്ത്യ കപ്പെടുത്തിയ വളരെ സന്തോഷമുണ്ട്. അത് പാകിസ്ഥാനെതിരെ കൂടി ആകുമ്പോൾ ആ സന്തോഷം ഇരട്ടിയാവും. അതെ, തീർച്ചയായിട്ടും ഇവിടെ ഉടനീളം ആ പ്രഷർ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന മാച്ചാണ്. കാര്യം മൊത്തം BCCI ഓഫീഷ്യൽസും എല്ലാവരും കൂടിയാണ് കളി കണ്ടുവരുന്നത്. മുംബൈയിൽ BCCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് പാകിസ്ഥാനോട് ഇരട്ടി മധുരമായി നമ്മൾക്ക്. ഞാനത് ചോദിക്കാൻ കാരണം, ഇന്ന് സാധാരണ നമ്മൾ ബുംറയെ ഒരു തരത്തിലും ഇപ്പോൾ എത്ര വിക്കറ്റ് വീഴ്ത്തിയാലും ബുംറയൊന്നും ഒരു തരത്തിലുള്ള ആഘോഷമൊന്നും ക്രീസിൽ കാണിക്കാറില്ല. പക്ഷെ ഇന്ന് അതുപോലും കാണിക്കുന്ന ബുംറയെ പോലും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും പാകിസ്ഥാനായിട്ടുള്ള മാച്ച് നമുക്കറിയാം. പണ്ട് മുതലേ അതും ദുബായിൽ കളിക്കുമ്പോൾ അത് വളരെയധികം ഒരു പ്രസ്റ്റീജിയസ് മാച്ചാണ് നമ്മൾക്ക്. കാര്യം നമുക്കറിയാം, ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരും താമസിക്കുന്ന സ്ഥലമാണ് ദുബായ്. അപ്പൊ അവിടെ വെച്ച് അവരെ തോൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ മധുരവും കൂടുതൽ വിജയത്തിന് കൂടുതൽ തിളക്കവും ഏകുന്നു. നമ്മള് ഹാട്രിക് വിജയമാണ് പാകിസ്ഥാനെ ഈ ഗ്രൂപ്പിലും സൂപ്പർ ഫോറിലും ഇപ്പോൾ ഫൈനലിലും. അതെ അതെ, തീർച്ചയായിട്ടും. സഞ്ജുവിന്റെ കാര്യം കൂടി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതാണ്. ആ ആദ്യത്തെ 3 വിക്കറ്റ് വീണപ്പോൾ ടീമിന് ഒരു സ്ഥിരത നൽകിയത് സഞ്ജുവാണ് അവിടെ പിടിച്ചു നിന്ന്. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ കളി കാണുമ്പോൾ ഞാനിവിടെ മലയാളിയാണല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ജയ്ഷ ചോദിക്കാറുണ്ട്, നമുക്ക് സഞ്ജുവിനെ ഡിപ്പെൻഡ് ചെയ്യാവില്ല. ഞാൻ തീർച്ചയായിട്ടും സഞ്ജുവിനെ ഡിപ്പെൻഡ് ചെയ്യാം. സഞ്ജു നന്നായിട്ട് കളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ സഞ്ജു നല്ല 2 ബൗണ്ടറി അടിക്കുകയുണ്ടായി. ആ സിക്സറും പിന്നെ നിർഭാഗ്യവശാൽ ആ സമയത്ത് അടിക്കേണ്ട സമയത്താണ് അത് അടിച്ച് ഔട്ടായത്. ആ സമയത്ത് റൺ റേറ്റ് കൂടുന്ന സമയത്താണ് ചെയ്തത്. അത് 6 ട്രൈ ചെയ്തതാണ്. അതായത് നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിന്റെ. ആ പാർട്ണർഷിപ്പ് വളരെ ക്രൂഷ്യൽ ആയിരുന്നു ഇന്ത്യക്ക്. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി ചോദിച്ചോളെ, താങ്കൾ അവിടെ പറഞ്ഞു ഈ BCCIയുടെ കൂടെയാണ് ഇരുന്ന് കളി കണ്ടത്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 കമന്റേറ്റർമാരൊക്കെ കാണുന്നത്. അത് തീരുമാനിച്ചെടുത്തതായിരുന്നു അങ്ങനെ ഒരു 2 പേർക്കും വേണ്ടി 2 കമന്റേറ്റർമാരെന്നുള്ളത്? അതൊക്കെ എനിക്ക് പറയാനുള്ള ഇതിരത്തിൽ അത് ആ ഒരു രീതിയിലായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ജയേഷ് ജോർജ്. എന്തായാലും ഇന്ത്യ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഏഷ്യ കപ്പ് വീണ്ടും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ഈ അഭിമാനാർഹമായ നേട്ടം. നമ്മുടെ മധ്യനിര, പ്രത്യേകിച്ച് തിലക് വർമ്മ, സഞ്ജു സാംസൺ കൂട്ടുകെട്ട്, അത് കഴിഞ്ഞ് ശിവം ദുബെ കൂട്ടുകെട്ട്, ഇതാണ് ഇന്ത്യക്ക് ജയം ഉറപ്പാക്കിയത്.